Hi dear students, today we are going to study accounting equation. Asset is equal to capital plus liabilities. ഈ ഇക്വേഷനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. Asset is equal to capital plus liabilities. അതായത് accounting equation signifies that the assets of a business are always equal to the total of capital and liabilities. ക്യാപിറ്റലും ലയബിലിറ്റീസിൻ്റെ ടോട്ടൽ, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്, ക്യാപിറ്റലും ലയബിലിറ്റീസിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് ബിസിനസ്സിലെ അസറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇക്വേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ്, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ആർ ദ 3 കമ്പോണൻസ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിലെ 3 ഐറ്റംസിന് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പം ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റലിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഇക്വേഷനും കൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. അതിന് ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പ് നോക്കാം, ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ്. ഇവിടെ ഈ മൊത്തം പോർഷൻ അസറ്റായിട്ടും ഈ പോർഷനെ രണ്ടാക്കിയിട്ട് ലയബിലിറ്റീസ് ക്യാപിറ്റൽ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസറ്റിന് ഈക്വലാണ് ലയബിലിറ്റീസും പ്ലസ് ക്യാപിറ്റൽ എമൗണ്ടും. അപ്പം അസറ്റിൻ്റെ ഇക്വേഷൻ ഇതിൽ നോക്കിയാൽ പറയാം, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ദെൻ ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു, ലയബിലിറ്റീസ് ആണ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, മൊത്തം അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ മതി. അപ്പം ഈ പോർഷൻ കിട്ടുമല്ലോ. മൊത്തം അസറ്റിൽ നിന്ന് ക്യാപിറ്റലിൻ്റെ പോർഷൻ മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ലയബിലിറ്റീസ് കിട്ടും. അപ്പോൾ ലയബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ കണ്ടുപിടിക്കാനോ, മൊത്തം അസറ്റാണുള്ളത്, ഈ അസറ്റിൻ്റെ പോർഷനിൽ നിന്ന് ലയബിലിറ്റീസിൻ്റെ പോർഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ക്യാപിറ്റൽ. ഇതാണ് മൂന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതിൽ നിന്ന് ക്യാപിറ്റലിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വെച്ച് ഒരു സിമ്പിൾ പ്രോബ്ലം. റൈറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫിഗർ. അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതി മിസ്സിംഗ് ഫിഗേഴ്സ് ഫൈൻഡ് ചെയ്യാം. അപ്പം ആൻസർ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ ആദ്യം അക്കൗണ്ടിങ് ഇക്വേഷൻ റൈറ്റ് ചെയ്യാം. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ, അസറ്റ് 80,000, ലയബിലിറ്റീസ് 50,000, ക്യാപിറ്റൽ മിസ്സിങ്. അപ്പോൾ ക്യാപിറ്റലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ഈ ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. സോ അസറ്റ് എത്രയാണ്? 80,000. 80,000 മൈനസ് 50,000 ഈക്വൽ ടു 30,000. അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് 30,000. ഇനി സെക്കൻഡ് വൺ, അസറ്റ് എമൗണ്ട് മിസ്സിങ്, ലയബിലിറ്റീസ് 45,000, ക്യാപിറ്റൽ 15,000. അപ്പോൾ അസറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അസറ്റിൻ്റെ ഫോർമുല അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അപ്പം ക്യാപിറ്റൽ എത്രയാണ്? 15,000. That is equal to 15,000 plus liabilities 45,000 is equal to 60,000. ഇതാണ് അസറ്റ്. തേർഡ് വൺ, അസറ്റ് 60,000, ലയബിലിറ്റീസ് മിസ്സിങ്, ക്യാപിറ്റൽ 35,000. അപ്പോൾ മിസ്സിങ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ലയബിലിറ്റീസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലയബിലിറ്റീസ് is equal to asset minus capital.
asset 60,000 minus capital 35,000 is equal to 25,000. Liabilities 25,000. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷനിൽ നിന്ന് അസറ്റ് ക്യാപിറ്റൽ ലയബിലിറ്റീസിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം. പ്രൂവ് ദാറ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ഓൾ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 4 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് ഇവിടെ അക്കൗണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വൺ, ഹഫീസ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2 lakh, purchased goods on credit 60,000, paid wages 3,000, goods worth rupees 8,000, sold for rupees 10,000. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് അക്കൗണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആദ്യം അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ആ ഒരു ഫോമാറ്റ് ഡ്രോ ചെയ്യാം. സീരിയൽ നമ്പർ, ട്രാൻസാക്ഷൻ, ദെൻ ഇക്വേഷൻ്റെ പാർട്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. അവിടെ ഇത്തിരി കൂടുതൽ സ്പേസ് വിടണം, അവിടെ എഴുതാൻ ഐറ്റംസ് കുറേ ഉണ്ടായിരിക്കും. ഹെഡിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇനി ഓരോ ട്രാൻസാക്ഷനും ഇവിടെ ട്രാൻസാക്ഷൻ സീരിയൽ നമ്പർ 1, ട്രാൻസാക്ഷൻ ഹഫീസ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് rupees 2 lakh. അപ്പം ട്രാൻസാക്ഷൻ മൊത്തം ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് എഴുതണ്ട, പകരം ആ ട്രാൻസാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രം ഇവിടെ എഴുതിയാൽ മതി. അതായത് സ്റ്റാർട്ടഡ് ബിസിനസ് അത്ര എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാർട്ടഡ് ബിസിനസ്. rupees 2 lakh ക്യാഷാണ്. അപ്പോൾ ആ സെറ്റിൽ ഒരു ഐറ്റം ഉണ്ട് ക്യാഷ്. അപ്പം ഓരോ ഐറ്റംസും ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. ക്യാഷാണ് ഇവിടുത്തെ ഐറ്റം 2 lakh. ഇനി ഈ സൈഡിലോ, ഇക്വേഷൻ്റെ ഈ സൈഡിൽ വരുന്നത് ക്യാപിറ്റൽ ആണല്ലോ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് പറയുമ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് ആണ്. അപ്പം ഇവിടെ ക്യാപിറ്റൽ എമൗണ്ടുമാണ് വരുന്നത്. ക്യാഷ് എത്രയാണ് വന്നത്? 2 lakh. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ്സിൻ്റെ നേരെ ക്യാഷ് ഇൻക്രീസ് ചെയ്തു 2 lakh. അതുപോലെ ക്യാപിറ്റലും 2 lakh ഇൻക്രീസ് ചെയ്തു 2 lakh. അപ്പം ഇക്വേഷൻ രണ്ടും ഈക്വൽ ആണല്ലോ. 2 lakh ഈക്വൽ 2 lakh. സെക്കൻഡ് വൺ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് rupees 60,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് കണ്ടോ, ഗുഡ്സ് പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണ്, അതായത് ക്യാഷ് പേ ചെയ്തിട്ടില്ല. ക്രെഡിറ്റിനാണ് സബ്സിക്വൻറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തോ നെക്സ്റ്റ് ഡേയോ ഒക്കെയാണ് എമൗണ്ട് കൊടുക്കത്തുള്ളൂ. അപ്പം ഇവിടെ ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് പറയുമ്പോൾ സ്റ്റോക്കാണ് ഇൻക്രീസ് ചെയ്യുക അല്ലേ. അപ്പം സ്റ്റോക്ക്, ഒരു ഐറ്റം സ്റ്റോക്ക്. ക്യാഷിന് യാതൊന്നും സംഭവിക്കുന്നില്ല, കാരണം ക്യാഷ് കൊടുത്തിട്ടല്ല വാങ്ങുന്നത്, ക്രെഡിറ്റിനാണ് വാങ്ങുന്നത്. സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യും. എത്ര സ്റ്റോക്ക്? 60,000. സ്റ്റോക്ക് ഇൻക്രീസ് 60,000. ഓക്കെ. ഇനി ഇവിടെ എന്താണ്? ഈ സൈഡിൽ ക്യാപിറ്റലിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ലയബിലിറ്റീസിൽ മാറ്റം വരുന്നുണ്ട്. അതായത് ക്രെഡിറ്റിന് വാങ്ങിയതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ഐറ്റം ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഈ എമൗണ്ട്, പർച്ചേസ് ചെയ്ത എമൗണ്ട് പിന്നീട് കൊടുത്തു തീർക്കണം. അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. അപ്പം ക്യാപിറ്റലിന് ഒന്നും സംഭവിക്കുന്നില്ല. ക്രെഡിറ്റേഴ്സ് 60,000 കൊടുക്കാനുണ്ട്, നമുക്കത് കൊടുക്കണം. അപ്പോൾ അത് ലയബിലിറ്റി. ഇനി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം 2 ഇക്വേഷൻ ആയല്ലോ. ഒരു ന്യൂ ഇക്വേഷൻ കിട്ടുമായിരിക്കും. ആ ന്യൂ ഇക്വേഷൻ ഒന്ന് നോക്കാം. 2 lakh പ്ലസ് 0 ആണ്, അപ്പോൾ 2 lakh തന്നെ, പ്ലസ് 60,000. സ്റ്റോക്ക് 60,000 ഇസ് ഈക്വൽ ടു, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 2 lakh പ്ലസ് 0 ആണ്, അപ്പോൾ 2 lakh പ്ലസ് ഇവിടെ 60,000. അപ്പോൾ നോക്കൂ, 2 lakh 60,000, 2 lakh 60,000 ഈക്വൽ ആയല്ലോ. ഇതൊരു ന്യൂ ഇക്വേഷനാണ് ഇവിടെ വരുന്നത്.
മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് പെന്ന് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എല്ലാ എമൗണ്ടും കൂടെ കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് എഴുതുന്നത്. ഇനി തേർഡ് വൺ, പെയ്ഡ് വേജസ് ₹3,000. വേജസ് പേ ചെയ്തു. വേജസ് പേ ചെയ്യുമ്പോൾ ക്യാഷ് ആണല്ലോ കൊടുക്കുന്നത്, അപ്പം ക്യാഷ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എത്ര? 3,000 ക്യാഷ് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യാൻ വെച്ചാൽ കുറയും 3,000. സ്റ്റോക്കിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ലല്ലോ, വേജസ് ആണല്ലോ കൊടുക്കുന്നത്. ഇനി ഇവിടെ എന്താണ് ചേഞ്ചസ്? ഇവിടെ ക്യാപിറ്റൽ വേജസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേജസ് എക്സ്പെൻസസ് ആൻഡ് ലോസസിലെ ഐറ്റമാണ്. അപ്പം ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണ്, കുറയ്ക്കും. ലോസസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുന്ന ഐറ്റം. പ്രോഫിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ക്യാപിറ്റലിനെ ആഡ് ചെയ്യും. ക്യാപിറ്റലിനെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ് പ്രോഫിറ്റ്, ഇൻകം, ഗെയിൻ. ഓക്കെ, എക്സ്പെൻസസ്, ലോസ് എല്ലാം ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണ്, കുറയ്ക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇവിടെ വേജസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, ഈ ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്നു. മൈനസ് 3,000 ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നു, പ്ലസ് ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ 0. ഇവിടെയും ഇപ്പോൾ ഒരു ന്യൂ ഇക്വേഷൻ കിട്ടുമായിരിക്കും അല്ലേ? 2 lakhിൽ നിന്ന് 3,000 മൈനസ് ചെയ്യുമ്പോൾ 1,97,000 പ്ലസ് ഇവിടെ 60,000. ചേഞ്ചസ് ഒന്നുമില്ലല്ലോ. ഇവിടെ അതുപോലെ തന്നെ 1,97,000 പ്ലസ് 60,000. ഇപ്പോഴും 2 സൈഡും ഈക്വലാണ്. ഇതും ഒരു ന്യൂ ഇക്വേഷൻ, both side equal. Then fourth one, goods worth ₹8,000 sold for 10,000. ഗുഡ്സിൻ്റെ വെർത്ത് 8,000 ആണ്, ബട്ട് സെയിൽ ചെയ്യുന്നത് 10,000-നാണ്. അതായത് ഈ 8,000 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസും 10,000 സെല്ലിംഗ് പ്രൈസുമാണ്. അപ്പം ബിസിനസ് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി നടത്തുന്നൊരു ഫേമാണ്. അപ്പം കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്ലസ് പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക ആണല്ലോ. അപ്പം എപ്പോഴും ബിസിനസ്സിൽ കോസ്റ്റ് എത്രയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ, പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ്, ഈക്വൽ ടു ആണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത് ആണല്ലോ. ഈ പ്രോബ്ലത്തിൽ കോസ്റ്റ് പ്രൈസ് 8,000 ആണ്, പ്ലസ് പ്രോഫിറ്റ് ഉണ്ട്, അതിട്ടിട്ടാണ് 10,000 സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പം പ്രോഫിറ്റ് മാർജിൻ ഇവിടെ 2,000 ആണ് അല്ലേ? 2,000 പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് 10,000 കൊടുക്കുന്നത്. അപ്പം സ്റ്റോക്ക് കുറയുന്നത് 8,000 ആയിരിക്കും. റിസീവ് ചെയ്യുന്ന എമൗണ്ട്, സെയിൽ ചെയ്യുമ്പം റിസീവ് ചെയ്യുന്ന ക്യാഷ് 10,000 ആണ്. ഈ 2,000 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണത് ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നത്? ക്യാഷ് കിട്ടുന്നത് 10,000 അല്ലേ? അപ്പോൾ 10,000 ക്യാഷിൻ്റെ കൂടെ ആഡ് ആവുന്നു, പ്ലസ് ഗുഡ്സ് സെയിൽ ചെയ്താൽ സ്റ്റോക്ക് കുറയും. എത്രയാണ് സ്റ്റോക്ക് കുറയുക? 8,000 സ്റ്റോക്ക് ഇവിടെ കുറയും. മനസ്സിലായോ? ഇനി ഇവിടെ പ്രോഫിറ്റാണ് ഉണ്ടാവുന്നത്. 8,000-ൻ്റെ ഗുഡ്സ് 10,000-ന് സെയിൽ ചെയ്താൽ 2,000 പ്രോഫിറ്റ് ക്യാപിറ്റലിനെ കൂട്ടുന്നതായിട്ടാണ്, ആഡ് ചെയ്യുന്ന, ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടാണ് അല്ലേ? പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് 8,000 ഇവിടെ ആഡ് ആവും ക്യാപിറ്റലിൻ്റെ കൂടെ. 2,000 പ്രോഫിറ്റ് എമൗണ്ട് 2,000 ആണ്. 2,000 ഇവിടെ ആഡ് ചെയ്യുന്നു. 2,000 ആഡ് ചെയ്യുന്നു, പ്ലസ് ക്രെഡിറ്റേഴ്സ് ചേഞ്ചസ് ഒന്നും ഇനി ആഡ് ചെയ്യാം അല്ലേ? അപ്പം ലാസ്റ്റാണ്, കഴിഞ്ഞല്ലോ, 4th വണ്ണായി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 97,000 പ്ലസ് 10,000, 1,97,000 പ്ലസ് 10,000, 2,07,000 പ്ലസ് 60,000-ന് 8,000 മൈനസ് ചെയ്യുമ്പോൾ 52,000 ഈക്വൽ ടു, ഇതും അഡീഷനാണ്,
2000 ആഡ് ആണ്. അപ്പോൾ 9,000 1,99,000 പ്ലസ് 60,000. രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്? 2,59,000 ഈക്വൽ ടു 2,59,000 ആണല്ലോ. അപ്പോൾ നോക്കൂ, രണ്ട് സൈഡും ഈക്വൽ ആയില്ലേ? ഇതാണ് ഇക്വേഷൻ. ഇതാണ് ന്യൂ ഇക്വേഷൻ, അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ് സൈഡും ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി സൈഡും ഈക്വലായി. ഓക്കെ.